ഒബ്സർവേഷൻ സ്കിൽസ് ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തിയാന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പറയുന്നത് നിങ്ങൾ ക്യാരക്ടറിലേക്ക് എങ്ങനെ മാറാമെന്നുള്ളതല്ല, നിങ്ങൾ ആക്ടറിലേക്ക് എങ്ങനെ മാറാമെന്നുള്ളതാണ്. ചേട്ടൻ്റെ ലൈഫിൽ ഒരുപക്ഷെ ചേട്ടൻ അത് തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കാത്തൊരു കാലഘട്ടമായിരുന്നിരിക്കാം മദ്യപാനവും അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളും. അതിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും? അമ്മയെ നമുക്ക് വേണ്ടത്ര സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. കമ്മട്ടിപ്പാടത്തിൽ എത്തുന്നതിന് മുമ്പ് 3 സിനിമകൾ തമിഴിൽ അഭിനയിച്ച് പരാജയപ്പെട്ട്, അതായത് ഇറങ്ങാതെ പരാജയപ്പെട്ട്, ഇതിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യനായി ജീവിക്കാം എന്നുള്ള അന്വേഷണം, സാധാരണ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള അന്വേഷണം, ഇതെല്ലാം ഏകദേശം പരാജയപ്പെട്ട് മനസ്സിനൊരു പക്വത വരും. എനിക്ക് ഈ കമ്മട്ടിപ്പാടത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുൽഖർ, വിനായകൻ എന്നൊക്കെ പറയുന്ന അയ്യോ ദുൽഖർ ഒരു ഫോട്ടോ എടുക്കണം, അങ്ങനത്തെ സാധനം ഇല്ല, വിട്ടു അതൊക്കെ. എന്താടാ കുടിപ്പിച്ച് കൊല്ലുവോ? ഒന്ന് പോടാ പടം. അല്ല ആരെങ്കിലും പുറകെ ഇരുന്നോണ്ടാ? പുറകെ വരാനാ? പുറകെ വന്നാൽ തന്നെ ബാലിനറിയാത്ത ഇടവഴികളുണ്ട. ആശാൻ മാസപ്പടി ഒന്നും മുടക്കിയിട്ടില്ല. മാസപ്പടി കൊടുക്കണം. പടം കഴിഞ്ഞ് റിലീസായിട്ട് ഞാൻ റിലീസിൻ്റെ തലേ ദിവസം മാർക്കറ്റിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഹലോ എവ്രിബഡി, വെൽക്കം ടു ലെറ്റ്സ് ബി റിയൽ വിത്ത് അശ്വതി അശോക് വിശാൽ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മലയാള സിനിമയിൽ വളരെ ശാന്തമായി ശക്തമായി തൻ്റെ പ്രസൻസ് സൃഷ്ടിച്ച ആൾ. വളരെ ഹാസ്യമായ കഥാപാത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ റിയൽ ലൈഫിലെ കഥാപാത്രങ്ങളാണെങ്കിലും ഈസിയായി അഭിനയിച്ച് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ മണികണ്ഠൻ ആചാരി. നമസ്കാരം ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും ചേട്ടൻ വന്നു, ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞത്. ഞാൻ ചേട്ടൻ്റെ ജേണി ഞാനിങ്ങനെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുമായിരുന്നു, ഈ ഒരു സ്ഥാനത്ത് ഇന്ന് ചേട്ടൻ ഇരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആണ്. കാര്യം എല്ലാവരും ആലോചിക്കും എനിക്ക് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുമോ, എന്നെ കൊണ്ടൊക്കെ പറ്റുമോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് ചേട്ടൻ അത് എത്തിപ്പെട്ട് അഭിനയിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തു അല്ലേ? എങ്ങനെയായിരുന്നു അതിനൊരു അവസരം നമുക്ക് കിട്ടി എന്ന് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഇപ്പം എല്ലാം നടന്നിട്ടില്ല, എല്ലാവർക്കും എല്ലാം നടക്കണമെന്ന് ഉറപ്പില്ല, പക്ഷെ അത് ഓരോ നിയോഗങ്ങളാണ്, ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ എന്ത് ചെയ്തു പോകണമെന്നുള്ള. അപ്പം എൻ്റെ നിയോഗം അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിന് വരച്ച് കാണിക്കേണ്ടത് ഇതിലൂടെ ആയിരിക്കാം, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കമ്മട്ടിപ്പാടത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ചേട്ടൻ ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു, എക്സ്പീരിയൻസസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഇൻ്റർവ്യൂകളിൽ ഞാൻ കേട്ടിരുന്നു. അതിന്ന് വന്ന് ഇതുപോലെ ഒരു പ്രോമിനൻ്റ് റോള് ഒരു സ്റ്റാർ കാസ്റ്റിൽ ദുൽഖർ, ഈ പറഞ്ഞ പോലെ വിനായകൻ, ഇവരുടെയൊക്കെ ഒപ്പം കൂടെ ചെയ്തപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്? സത്യത്തിൽ ഈ പഴയ കഥകൾ, അതായത് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് നേരെ ഉത്തരവല്ല, എൻ്റെ പഴയ കഥകൾ പറയണ്ട എന്ന് തീരുമാനിച്ച് പോകുന്നൊരു കാലഘട്ടമാണത്. കാരണം വെച്ചാൽ ഒരുപാട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു 3 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ പഴയത് പറയാതെ എൻ്റെ പുതിയത് പറയാൻ പറ്റില്ല, കാരണം കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിന് എനിക്ക് എൻ്റെ പഴയ കാര്യം, ഞാൻ എങ്ങനെ വന്നു, ഞാൻ എങ്ങനെയാണ് ആക്ടർ ആയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ എനിക്ക് ഞാൻ വഴുതി വീഴാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീനിയർ ആക്ടറായിട്ട് തന്നെ നിൽക്കാനുള്ള കാരണം, സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഞാനും ഒരു ആക്ടറാണെന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കാനുള്ള ബലം എനിക്ക് അവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയേണ്ട വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തിയേറ്ററിനെ കുറിച്ച് പറയേണ്ടി വരും, തിയേറ്ററിലേക്ക് ഞാൻ എത്തിയത് പറയേണ്ടി വരും. അപ്പോൾ അത് ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ക്ലീഷേ ആയിരിക്കും, പക്ഷേ എനിക്കത് ഒരിക്കലും ക്ലീഷേ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അത് ബോറടിക്കില്ല, എനിക്കത് പറയാതെ എനിക്ക് കണക്ഷൻ ഇല്ല. അപ്പോൾ കമ്മട്ടിപ്പാടത്തിൽ എത്തുന്നതിന് മുമ്പ് 3 സിനിമകൾ തമിഴിൽ അഭിനയിച്ച് പരാജയപ്പെട്ട്, അതായത് ഇറങ്ങാതെ പരാജയപ്പെട്ട്, തിയേറ്റർ അന്വേഷണങ്ങൾ, സിനിമ അന്വേഷണങ്ങൾ, ഇതിൻ്റെ ഇടയിൽ സാധാരണ മനുഷ്യനായി ജീവിക്കാം എന്നുള്ള അന്വേഷണം, സാധാരണ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള അന്വേഷണം, ഇതെല്ലാം ഏകദേശം പരാജയപ്പെട്ട് മനസ്സിനൊരു പക്വത വരും. ഈ പരാജയമാണ് ഏറ്റവും കൂടുതൽ പക്വത ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ ഒരു പക്വത വന്ന് നിൽക്കുന്ന സമയത്താണ് ശ്രീ രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടത്തിൻ്റെ ഓഡീഷൻ നടക്കുന്നത്. ഒരു നാടക ഫെസ്റ്റിവലിൽ ഞാൻ
അതിൻ്റെ എന്താ പറയുക സംഘാടകനായിട്ട് നിൽക്കുമ്പോൾ സുജിത് ശങ്കർ, വിജയകുമാർ, എൻ്റെ നാടക സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നു, ഞാൻ അവിടെ പോകുന്നു. ആ പോകുമ്പോഴൊന്നും എനിക്ക് ഈ പറഞ്ഞ മായാലോകത്തല്ല, ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിരുന്നു, യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരുന്നു. സിനിമ എന്താണെന്ന്, സിനിമ സംഗീത സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിൽ നിന്ന് സിനിമയുടെ, അതായത് സ്ക്രീനിൽ കാണുന്ന ഈ 10-20 പേര് ആടി കാണിച്ചു തരുന്ന ഒരു കഥ, അതെങ്ങനെയാണ് ആ കഥ സിനിമയായി മാറുന്നത്, ആ സിനിമയുടെ പുറകിൽ എത്ര പേരുടെ സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്ന, എൻ്റെ ഒരു എന്താ പറയുക ബോധ്യം, സിനിമ എന്ന് പറയുന്ന മേഖലയിൽ പ്രൊഡക്ഷനിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, ചായ കൊണ്ടു തരുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ലൈറ്റ് പിടിക്കുന്ന, ഇവരാരും അതിന് വന്നവരല്ല. ഒരാളും ഞാൻ സിനിമയിലെ പ്രൊഡക്ഷൻ ബോയ് ആവാമെന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമില്ല, അല്ലേ? സങ്കല്പം എനിക്ക് തോന്നാറില്ല. അപ്പോൾ എല്ലാവരും ആക്ടർ ആവാനോ ഡയറക്ടർ ആവാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ മേഖലയിൽ എത്താൻ വേണ്ടി വരുന്നത്. പക്ഷെ അവർ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. അവരുടെ ചിലപ്പോൾ അവർക്കതാണ് എന്ന് അവർ തന്നെ തീരുമാനിച്ച് അങ്ങനെ. പക്ഷേ അവരും കൂടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഉള്ളത്. അവരത് എനിക്ക് നടനാൻ പറ്റില്ല, എന്നാൽ വേണ്ട ഞാൻ വിട്ടു എന്ന് പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യുമോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി സിനിമ എന്ന് പറഞ്ഞൊരു മേഖല കാണുകയോ എനിക്ക് അറപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സിനിമയില്ല. അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ ത്യജിച്ച് ഇതിനു വേണ്ടി ഹോമിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് നമുക്കിന്ന് ആക്ടർ ആവാൻ പറ്റിയത്. ചോദ്യത്തിൽ നിന്ന് മാറിയോ? ഇല്ല, അത് ചോദ്യത്തിന്റെ ഇപ്പോഴാണ് അതിനൊരു ബേസ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം മനസ്സിലാക്കി. സിനിമ അങ്ങനെ ഒരു ചുമ്മാ ഒരു ആരെങ്കിലും തോപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ചേട്ടൻ മറ്റേ ഇവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് കഥകളൊക്കെ ചേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നു. അന്ന് ഡബിങ് സ്റ്റുഡിയോയിൽ നിന്നത്, അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങള്, ചായ മേടിക്കാൻ പോയത്, അതൊക്കെ കേട്ടിരുന്നു. ഈ അവിടെ ഈ ദീപാവലി സിനിമ പറഞ്ഞാൽ ആരുള്ളത്? ഓക്കെ, ഇനി എന്തെങ്കിലും തട്ടിയിടാറുണ്ടോ? ഓക്കെ. ഈ ദീപാവലി സിനിമകൾ, ദീപാവലിക്ക് റിലീസാവുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ 3 പടങ്ങൾ ആ സമയത്ത്, അതായത് 2 പ്രധാനപ്പെട്ട ഹീറോസിൻ്റെ പടമുണ്ട്. ഒന്ന് വിജയുടെ, പിന്നെ ഒന്ന് സൂര്യയുടെ. 7ാം അറിവും വേലായുധം ഏകദേശം ഒരുമിച്ചാണ് റിലീസായത്. ഈ 2 പടം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അവരെ നേരിട്ട് കാണുന്ന പോലെ അവരുടെ പടം നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. അവർ വരുമൊന്നുമില്ല. AR മുരുകദാസ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഈ 7ാം അറിവിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ സമയത്ത് കൂടുതലും സിനിമ വർക്ക് നടക്കുന്നത് പാതിരാത്രികളിലാണ്, ഒരു 5 മണിക്ക് ശേഷമാണ്. അതുവരെയൊക്കെ എന്തെങ്കിലും ആൾക്കാർ വന്നു പോകും, ചെയ്ത പാച്ച് വർക്കുകളൊക്കെ നടക്കും. പക്ഷെ പ്രധാനപ്പെട്ട വർക്കുകൾ നടക്കുക ഒരു 7 മണി തൊട്ട് പിറ്റേ ദിവസം ഒരു 6-7 മണി, ചിലപ്പോൾ 8 മണി 9 മണി വരെയൊക്കെ പോകും. അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ബോയ് എന്ന് പറയുന്ന ആള് ഫുൾ വർക്കിലായിരിക്കും. അതായത് എങ്ങനെ നിൽക്കുക, അവിടെ നിന്ന് വിളി വരും. അപ്പം നമ്മൾ എടുത്ത്, അന്ന് ഞാൻ പോണ സമയത്ത് അവിടെ സൈക്കിൾ പോലും ഇല്ല. ഏതാണ്ട് എൻ്റെ സ്റ്റുഡിയോ എന്നൊരു 1.5 കിലോമീറ്റർ നടന്നാലാണ് വടപളനി ജംഗ്ഷനിലെത്തുക. അവിടെ സൈക്കിളുകാരോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കടയുണ്ട്, അവിടെ നിന്ന് ചായ വാങ്ങിക്കുക, സിഗരറ്റ് വാങ്ങിക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക എന്ന് പറയുന്ന ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഈ ആളുകളെ, അതായത് ഞാൻ ഇവിടുന്ന് പോകുന്നത്, ഞാൻ അതിന് മുമ്പുള്ള കഥ പറയേണ്ട വരും, ഞാൻ മുഴുവൻ പറയാനുള്ളത്. എന്നാലും എൻ്റെ ജീവിതം ഭയങ്കര ഒരു ഓടയിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറി എന്നെ പരിഹസിച്ചവരെയും എന്നെ കളിയാക്കിയവരെയും എൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് ഞാൻ നല്ലവനാണെന്ന് പറയിപ്പിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഞാനൊരു സിനിമാ നടനായിട്ട് ഇവിടെ വന്ന് കാലുകുത്തണം എന്നുള്ള വാശി മാത്രമായിരുന്നു. അല്ലാതെ കലയെ പ്രണയിച്ചു കൊണ്ടുള്ള പോക്കൊന്നും ആയിരുന്നില്ല സിനിമയിലേക്ക്. സർവൈവ് ചെയ്യാൻ വേണ്ടി നാടകക്കാരൻ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കലായിരുന്നു. ഞാൻ എന്നെ തന്നെ പറ്റിക്കായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവണം. എൻ്റെ ഒരുപാട് വർഷം ഞാൻ അങ്ങനെ കളഞ്ഞു. കുറേ മുടിയും താടിയൊക്കെ വളർത്തി ജോൺ അബ്രഹാം, സുരാസു, ജോസ് ചർമ്മയിൽ, അങ്ങനെ നാടകക്കാരുടെ കള്ളുകൂടി സഭയിൽ കേട്ട പേരുകളൊക്കെ ദൈവങ്ങളെപ്പോലെ അവരെ കൊണ്ടുനടന്ന് അവരുടെയൊക്കെ ശൈലി അനുകരിച്ച്. അന്ന് പക്ഷേ അവരുടെ ഇടയിൽ ചേട്ടൻ വളരെ പ്രിയങ്കരനായിരുന്നു എന്നും പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആയിരുന്നു. അപ്പോൾ പക്ഷേ അത് ആ രീതിയിലുള്ള ആളുകൾക്ക് ഇഷ്ടാവുള്ളൂ. സാധാരണ ജീവിതം ജീവിക്കുന്നവർ നോക്കുമ്പോൾ ഇയാൾ എന്താ കാണിക്കണം, ഇവന് നല്ലൊരു ചെറുപ്പക്കാരൻ ഒന്നുമില്ലാണ്ടായി പോണല്ലോ എന്നുള്ള സങ്കടവും
പിന്നെ പരിഹാസവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തോൽപ്പിക്കൽ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെ അത് കഴിഞ്ഞ് ലെനിൻ സാറിൻ്റെ എഡിറ്റർ ബി ലെനിൻ, അദ്ദേഹമാണ് എൻ്റെ സിനിമ ഗുരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുന്നു. പിന്നെ മദ്രാസിൽ നിന്ന് പുള്ളി തിരിച്ച് പൊക്കോളാൻ പറയുന്നു. അപ്പോൾ തിരിച്ച് വരാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അവിടെ തന്നെ വേറെ ജോലികൾ. തിരിച്ചു വന്നിട്ടില്ല അല്ല, തിരിച്ച് വന്നു. തിരിച്ച് വന്നിട്ട് വീണ്ടും പൈസയൊക്കെ സംഘടിപ്പിച്ച് എൻ്റെ ചേട്ടൻ്റെ ഒരു കെയർ ഓഫിൽ ഒരു വിജിൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിക്ക് ചായ, ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ ചായ സപ്ലൈ ആണ്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കൂടെ ചായ സപ്ലൈ ചെയ്യാനായിട്ട് സൈക്കിളിൽ ഇത് കെട്ടി കൊണ്ടുപോവുക വടവള്ളി മുഴുവനും. പിന്നെ അങ്ങനെ കുറേ അതിൻ്റേതായ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നടന്നു. കുറേ സിനിമ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് സംഗീത സ്റ്റുഡിയോയിൽ കയറുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധോദയം ഉണ്ടാകുന്നത്. സിനിമ ഒരു വലിയൊരു ചുമ്മാ ഉള്ള കാര്യമല്ല. നമുക്കൊരു മോഹം തോന്നുമ്പോൾ അങ്ങോട്ട് കയറി എത്താം. അതുകൊണ്ടാണ് എത്താൻ പറ്റാത്തത്, അല്ലാതെ ആരും ഇവിടെ തടഞ്ഞു വെക്കുന്നതല്ല. അതൊരു അർപ്പണമാണ്. നമുക്കത് കംപ്ലീറ്റ്. ഇപ്പം എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും കിട്ടാത്തതുണ്ട്, അതാരും കാണുന്നില്ല. എനിക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളുണ്ട്, പക്ഷെ കിട്ടിയത് ഇത് മാത്രമാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുടെ അർപ്പണം കൊണ്ടാണ് സിനിമ എന്ന് പറയുന്ന ഒരു കല. അതിൻ്റെ കച്ചവടം പിന്നീട് ഉണ്ടായതാണ്. ഞാനതിൽ ആദ്യത്തെ കല തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കമ്മട്ടിപ്പാടത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുൽഖർ, വിനായകൻ എന്നൊക്കെ പറയുന്ന അയ്യോ ദുൽഖർ ഒരു ഫോട്ടോ എടുക്കണം, അങ്ങനത്തെ സാധനം ഇല്ല, വിട്ടു അതൊക്കെ. പടം കഴിഞ്ഞ് റിലീസായിട്ട് ഞാൻ റിലീസിൻ്റെ തലേ ദിവസം മാർക്കറ്റിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. കാരണം അടുത്ത ദിവസം വരാൻ പോകുന്ന പടത്തിൽ ഞാൻ ഉണ്ടാവുമോ എന്നുള്ളത് സ്ക്രീനിൽ കണ്ടിട്ട് തീരുമാനിക്കാന്ന് പറയുന്ന പക്വതയിലേക്ക് എത്തി. അതുവരെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മറ്റേ സിനിമയിൽ എനിക്ക് 10 സീനുണ്ട്, 2 ഇടിയുണ്ട്, അതാണ് ഇതാണ്, പിന്നെ അതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ. അപ്പൊ അതാണ് ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം. പക്ഷെ ആ ഒരു ഉത്തരത്തിന് ഇത്രയും കറങ്ങേണ്ട വന്നു. അല്ല, കേട്ട് കഴിയുമ്പോൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ സമയമെടുത്ത് എത്തി, ഇതിൻ്റെ ഇടയിൽ തിരിച്ച് പോയി, വീണ്ടും തിരിച്ചു വന്നു. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും പറഞ്ഞ പോലെ വരാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെ പരിശ്രമിച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണോ? ചേട്ടൻ ജീവിച്ച് കാണിച്ചെങ്കിലും അനുഭവത്തിന്റെ ബേസിൽ പറയാം. ഉറപ്പായിട്ടും ഏത് മേഖലയും നമ്മൾ തീരുമാനിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. പക്ഷെ നമ്മുടെ തീരുമാനം ഉറപ്പുള്ളതായിരിക്കും. അവിടെ ഞാൻ പറഞ്ഞ പോലെ ത്യജിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. എന്തെങ്കിലും പോകുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അളവ് കുറവായിരിക്കും, അതിൻ്റെ അറിവും കുറവായിരിക്കും. ഇപ്പം എനിക്ക് സിനിമ, നാടകം അല്ലെങ്കിൽ അഭിനയം, ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാത്തിനെയും സംസാരിക്കുക. ഇപ്പം നിങ്ങൾ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്താലും ഞാൻ ആക്ടിംഗ് നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ്. ഗലീലിയോ എന്ന് പറയുന്ന നാടകമാണ് എൻ്റെ സയൻസ് പഠനം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ നിൽക്കും. 4 കാലിൽ വീഴും. അപ്പൊ എനിക്ക് വീട്ടിലെ സ്വിച്ച് പോലും എനിക്ക് കൃത്യമല്ല. പക്ഷെ എനിക്ക് ആക്ട് വെച്ച് അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ജീവിക്കും, ഞാൻ സംസാരിക്കും. എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അനുഭവം എന്നെ ഇപ്പം എനിക്ക് പണ്ടൊക്കെ ഒരു വെളുത്ത ആളുടെ ഓപ്പോസിറ്റ് ഇരിക്കാൻ, അല്ലെങ്കിൽ പഠിപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളുടെ ഓപ്പോസിറ്റ് നിൽക്കാൻ പേടിയായിരുന്നു. എൻ്റെ കണ്ണ് മുകളിലേക്ക്, അവരുടെ കണ്ണിലേക്ക് നോക്കാനേ എനിക്ക് പറ്റില്ല. ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ എനിക്ക് ഭയങ്കര ഈ ഇൻഫീരിയോറിറ്റി അടിച്ചിട്ട് നടക്കുന്നത് തലകുമ്പിട്ട് നടക്കുക, കാലൊരച്ച് ഇങ്ങനെ നടക്കുക, സ്വയം ഇങ്ങനെ ഇങ്ങോട്ട് ഒളിച്ചൊളിച്ച് പേടിച്ച് ജീവിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു. ആ അന്ധതയെ പൊളിച്ചത് തിയേറ്ററാണ്. ആ പ്രകാശം, ആ അറിവ് എന്ന് പറയുന്നത്, എൻ്റെ അറിവ് തിയേറ്ററാണ്. ഇതൊരു മൊമെന്റ് ആയിട്ട് ഓർക്കുന്നുണ്ടോ? അതോ കാലക്രമേണ? അതായത് നമുക്ക് അനുഭവിക്കുമ്പോൾ ഒന്നും അറിയില്ല. ഇത് ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു ഫീലിങ് അമ്മ പോയതിന് ശേഷം കൂടുതൽ അറിയണം. അമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതെപ്പോഴും മനുഷ്യൻ്റെ ഒരു എന്താ പറയാ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാക്ക് ഒരു ബലക്കുറവാണ്, അല്ലെങ്കിൽ ഒരു കഴിവുകേടോ അങ്ങനെ എന്തെങ്കിലും. ഞാനും 5 മിനിറ്റ് ആലോചിച്ച് കിട്ടാനായിട്ട് അതാണ് ഉദ്ദേശിച്ചത്, വന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രസന്റ് അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഒരു മിക്ക മനുഷ്യർക്കും അത് സാധിക്കാറില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിരുന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് അത്രയും വലിയൊരു ഇതായിരുന്നു എന്നൊക്കെ
അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ആ മൊമെൻ്റ് അപ്പം അറിഞ്ഞിട്ടില്ല, പിന്നീട് അറിയുമ്പോഴാണ് തിയേറ്റർ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ എനിക്ക് ആ സമ്പർക്കം കൊണ്ടുണ്ടായിട്ടുള്ള എൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളത് ആക്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ആക്ടിങ് ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ പലർക്കും ഒരു പ്രശസ്തിയുടെ ഒരു വഴി മാത്രം, അല്ലെങ്കിൽ ഒരു സ്വന്തം ആത്മസന്തോഷത്തിൻ്റെ ഒരു മാർഗം മാത്രമാണ് പലർക്കും പല രീതിയിലാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ്, എൻ്റെ എന്താ പറയുക, കഥാപാത്ര രൂപീകരണം നടന്നിട്ടുള്ളത് എനിക്കൊരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഭാഷ, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ രാഷ്ട്രീയം, ഇതെല്ലാം എനിക്ക് ഈ ആക്ടർ എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ചേട്ടൻ ആ പറഞ്ഞപ്പോൾ അതിലിങ്ങനെ പറഞ്ഞിരുന്നു, ഒരുപാട് ജോലികൾ ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. സ്വർണ്ണപ്പണി പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു, പിന്നെ ബസ്സിലെ കിളിയായിട്ട് ജോലി ചെയ്തു, ഇപ്പോൾ ഈ മീൻവെട്ട് പറഞ്ഞിരുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ ആക്ടിങ്ങിന് ഒരുപാട് സ്വാധീനിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടും. പലതരം സംസ്കാരങ്ങൾ, പലതരം മനുഷ്യർ. ഇപ്പം ഞാൻ ഈ ലെനിൻ സാർ എന്ന് പറയുന്നത് അതൊരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ബ്രാഹ്മണിക് അത് ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ. മണിരത്ന സാറ് നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്നു, ഇപ്പുറത്ത് വേറൊരു വലിയൊരു അഡ്വക്കേറ്റ് താമസിക്കുന്നു, അവിടെ ഒരു ഡോക്ടർ താമസിക്കുന്നു. ഇവർ എന്താ പറയുക, ഈ പട്ടന്മാരുടെ തമിഴൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ വളരെ വൃത്തിയും ശുദ്ധിയുമായിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു. അപ്പം ഞാൻ എവിടെയാണോ എന്നെ കൊണ്ട് നിർത്തുന്നത്, ഞാൻ അപ്പോൾ ഒരു പട്ടരുകുട്ടിയാവുകയാണ്. മനസ്സിലായി. അതിൻ്റെ ഇതൊക്കെ രാവിലെ പത്തനൊക്കെ ഇട്ടിട്ട് മമ്മി ഞാൻ വന്നിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് എൻ്റെ ലൈഫ്. ഞാൻ എപ്പോഴും ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പറയുന്നത്, നിങ്ങൾ ക്യാരക്ടറിലേക്ക് എങ്ങനെ മാറാമെന്നുള്ളതല്ല, നിങ്ങൾ ആക്ടറിലേക്ക് എങ്ങനെ മാറാമെന്നുള്ളതാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയെ നടൻ എന്ന് പറയുന്ന യൂണിഫോം ധരിക്കണമെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റി വേണം, അതിനെന്തെല്ലാം മാറ്റി വയ്ക്കണം, ഏതൊക്കെ ഇപ്പം ഞാൻ ഇന്ന ആളാണ്, എനിക്കത് പറ്റില്ല, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ വീട്ടുകാരൊക്കെ കണ്ടാൽ മോശം, അങ്ങനെയുള്ള ഒരാൾക്ക് ആക്ടറാവാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. ഇപ്പം നമ്മൾ സിനിമ അഭിനയം അല്ലെങ്കിൽ ഒരു 2 പടം ഹിറ്റ്, ഒരു കാറ്, ഒരു വീട്, അവർക്ക് ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. പക്ഷേ കംപ്ലീറ്റ് അഭിനയത്തിൽ ഇങ്ങനെ മുഴുകി അതിൻ്റെ ബലത്തിൽ മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് എത്ര പേർക്ക് പറ്റുമെന്ന് അറിയില്ല. എപ്പോഴാണ് ഈ അഭിനയം എൻ്റെ പാഷനാണെന്ന് ഇത്രയും പാഷനേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ചോദിക്കുക, എപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്? അത് മാത്രമേ ഉള്ളൂ എന്ന് അറിയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ, അപ്പോഴാണ് നമ്മൾ അറിയണം, ഓ അതായത് നമുക്ക് വേറെ സമയമില്ല. എന്താ പറയുക, അല്ല കുഞ്ഞിലെ ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്, അതായത് നന്നായിട്ട് കള്ളം പറയാനൊക്കെ അറിയാമായിരുന്നു. അത് പിന്നെ അത് പ്ലസ് ആയി എനിക്ക്. എപ്പോഴാ അത് സ്വയം തിരിച്ചറിഞ്ഞേ? ഒരു നുണ പറഞ്ഞാൽ ആ നുണയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് പൊളിയരുത് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബോഡിയിലാണെങ്കിലും മറ്റ് ചുറ്റും നമ്മൾ അതിന് ഇപ്പോൾ ദൃശ്യം പോലെ 18-ാം തീയതി ഞങ്ങൾ അവിടെ ആയിരുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുക, ഇതൊക്കെ ഞാൻ പണ്ടേ ചെയ്തിട്ടുള്ള. നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മളിത് ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം തോന്നാറില്ല. പിന്നെ കുറേ കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് ഞാനിന്ന് ഇത് ചെയ്താണല്ലോ എന്ന് തോന്നണം. അപ്പോൾ കുഞ്ഞുനാളിൽ മുതൽ ഭയങ്കര സ്മാർട്ടായിട്ട്, അതായത് ആളുകളുമായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. എൻ്റെ പേരിലാണ് വീടറിയുക. ഞാൻ സിനിമാ നാടകനടനൊക്കെ ആവുന്നതിന് മുമ്പ് മണികണ്ഠൻ്റെ വീട്ടിലേക്കാണോ ഒന്ന് ചോദിക്കുന്ന രീതിയിലാണ് മണികണ്ഠൻ്റെ നടപ്പ്. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കലഹപ്രിയനാണ്. കലഹങ്ങൾ കാണുക, അവരുടെ അവർ തല്ലി പിടിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന അതൊക്കെ കാണാനും ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ അന്നൊന്നും ഇതൊക്കെ ഇപ്പൊ പറയുമ്പോൾ അതിന് ഡീറ്റെയിൽ മനസ്സിലായി. ഇപ്പൊ ഈ അറിവിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അന്ന് അതൊരു എൻജോയ് ചെയ്യുക, വെറുതെ അവർ തമ്മിൽ തല്ലാൻ കാണാൻ നല്ല രസം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ ആക്ട് ഉണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പൊ ഞാൻ അതിനെ ക്രമീകരിച്ച് പറയുന്നതാണ്. ഇപ്പൊ ആലോചിച്ചു ഇപ്പൊ എൻ്റെ തിയേറ്റർ സെൻസും വെച്ചിട്ട് ഞാൻ ഇതായിരിക്കാം. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈ എന്താ പറയുക ടേസ്റ്റുകളിൽ ഈ സാധനമൊക്കെ ഉള്ളതായിരിക്കാം. ഞാൻ നടന്ന് പറയുന്നൊരു ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതായിരിക്കാം. പിന്നെ എൻ്റെ നാട് തൃപ്പൂണിത്തുറ സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും ഭയങ്കര ഉന്നതിയിൽ നിൽക്കുന്ന നാടാണ് അന്നും ഇന്നും. അപ്പോൾ കായികമായിട്ടും
എവിടെ ചെന്നാലും ഈ നാടകങ്ങളോ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രേശ ക്ഷേത്രത്തിൽ 8 ദിവസം കലാപരിപാടികളാണ്, ചെണ്ടമേളം, കഥകളി, അത് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനിച്ചു വരുന്നൊരു കുട്ടിക്ക് കിട്ടുന്ന, അവൻ കൈ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുമ്പോൾ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ അവന് സ്കില്ലാവും. അപ്പോൾ അങ്ങനെ കുറേ സ്കില്ലുകൾ ചെറുപ്പം മുതൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടൻ അഭിനയിച്ച ക്യാരക്ടേഴ്സ് എല്ലാം എടുത്ത് നോക്കണം, ഭയങ്കര യുണീക്കാണ്. ഈ പറഞ്ഞ പോലെ റോ ആയിട്ട് തന്നെ ആ ക്യാരക്ടേഴ്സ് എല്ലാം അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഒന്നും നമുക്ക് പറയാനില്ല, അത്രയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ടാലൻറ്റഡ് ആയ ഒരാൾക്ക് വേണ്ട രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത്രയും എന്നെ എക്സ്പ്ലോർ ചെയ്താൽ പോരാ എന്നിലുള്ള ആക്ടറിനെന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കോമൺ ചോദ്യമാണ്. എല്ലാവർക്കും ഇതിന് ഉത്തരവും ഉണ്ട്. ആ ഉത്തരം പലരും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് പ്രശ്നമാവും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും പരാതിയും പരിഭവവും ഉള്ള എല്ലാവർക്കും ഉണ്ട്. അത് വേണമെങ്കിൽ ഇല്ല, അതൊക്കെ ഞാനിവിടെ എത്തിയത് തന്നെ എൻ്റെ ഭാഗ്യമല്ലേ, ഞാൻ ഒരുപാട് ക്യാരക്ടർ ചെയ്തില്ല, അപ്പോൾ അതൊക്കെ യോഗമാണ്, അത് സമയമാകുമ്പോൾ വരും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇതിനെ ഒഴിവാക്കാം. ഇതിൻ്റെ സത്യസന്ധമായ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ നല്ല പരാതിക്കാരനാണ്, എന്നെ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പരാതി. പരിഭവവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളിൽ സ്വയം പറയാമെന്നല്ലാതെ അത് പബ്ലിക്കിലേക്ക് പരാതിപ്പെടാനുള്ള യോഗ്യതയില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള, എന്നെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടാണ് ഞാൻ ഈ പരാതി പറഞ്ഞത്. അപ്പോൾ ആ പരാതിക്ക് കഴമ്പില്ല, പക്ഷെ അതെൻ്റെ അവകാശമാണ്. ആ പരാതി എനിക്ക് പരാതിപ്പെടാം, എനിക്ക് സങ്കടപ്പെടാം, അതെൻ്റെ പേഴ്സണലാണ്. അത് ഞാൻ ഒരിക്കലും ഒരു മീഡിയയിൽ വന്നിട്ട് ഒരാളെ കുറ്റപ്പെടുത്തി പറയരുത്, ഒരു ഡയറക്ടറെ ഞാൻ പോയിന്റ് ചെയ്ത് പറയരുത്. അത് അയാളുടെ ചോയ്സാണ്, ആ സിനിമയിൽ എന്നെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. ശരിയല്ലേ? ചേട്ടൻ്റെ വളരെ ശരിയാണ്. എന്നാലും താങ്കളുടെ അഭിപ്രായം, താങ്കളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാ എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ ഒരിക്കലും. അത് ചോദിക്കാൻ കാര്യം എന്താ വെച്ചാൽ അത് താങ്കൾ ആ ഓരോ ക്യാരക്ടേഴ്സിനോടും കാണിച്ച ജസ്റ്റിസാണ്. ഓരോന്ന് കാണുമ്പോഴും അത് തന്നെയാ, അതിൽ ഒന്നുമില്ല റോ ആയിട്ട് ഇത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ. ഓരോ സമയം ഇത് അതിന് ഉത്തരം എന്താണെന്ന് എനിക്ക് കൃത്യം അറിയില്ല, എങ്കിലും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഈ പറഞ്ഞ സങ്കടവും പരിഭവവും എന്താണ് നമ്മൾ വിളിക്കാത്തത്? ഇപ്പോൾ മറ്റേ ക്യാരക്ടറിനെ എന്നെ കൊണ്ട് ചെയ്യിക്കായിരുന്നല്ലോ, എൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ എനിക്ക് ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് ഉത്തരം ആഗ്രഹിച്ചുകൊണ്ട് ആ ഡയറക്ടേഴ്സിനോടോ അല്ലെങ്കിൽ ഈ സൊസൈറ്റീനോടോ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയിട്ടുണ്ടോ ടാലന്റിനേക്കാളും കൂടുതൽ നെറ്റ്വർക്കിംഗ് ആണ് ഒരുപക്ഷെ വേണ്ടി? ഉറപ്പായിട്ട് നെറ്റ്വർക്ക് അതായത് കാലം മാറുന്നതനുസരിച്ച് അതിൻ്റെ ഒരു, ഇപ്പം സിനിമ നമ്മൾ അന്വേഷിച്ച പോലെ അല്ല പുതിയ കുട്ടികൾ അന്വേഷിക്കുക, അല്ലേ? നമ്മൾ കണ്ട പോലെയോ അല്ല അവർ കാണുന്നത്. അപ്പോൾ കാലത്തിൻ്റെ ഒപ്പം നടക്കുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ പോകുമ്പോൾ നമ്മളെങ്ങനെ ഫോളോ ചെയ്ത് നമ്മളിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ എല്ലാവരെയും വിളിക്കണം, എന്തൊക്കെയുണ്ട് വിശേഷം, എന്തെങ്കിലും പരിപാടി തുടങ്ങുമ്പോൾ ഓർക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ജീവിതത്തിൽ കുറച്ച് കൂടുതൽ അഭിനയിക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാണ്. എനിക്ക് തോന്നുന്ന സിനിമയേക്കാൾ കൂടുതൽ ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കല്യാണങ്ങളിൽ കണ്ടിട്ടില്ലേ? ഇപ്പോൾ പണ്ടൊക്കെ റെയറായിട്ട് ഒരു അച്ഛൻ കരയുന്നതൊക്കെ നമ്മളങ്ങനെ നേരിട്ട് ലൈവ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ. ഇപ്പം അത് നിർബന്ധമായി, അച്ഛൻ കരയണം, ഡാൻസ് കളിക്കണം, ഇനി എന്തൊക്കെ വരുമെന്ന് അറിയില്ല. അപ്പോൾ ജീവിതം എന്താ പറയുക, അവർ ആസ്വദിക്കാൻ തുടങ്ങി, സിനിമാറ്റിക്കായി ജീവിതം. പിന്നെ ഇനി തിയേറ്ററിൽ പോയിട്ട് ഇനി ഇതിലും വലിയ സിനിമ എന്ത് കാണാനാണെന്നുള്ളൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴയ പോലെ പണ്ട് നടന്മാരെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്, കാരണം നമ്മൾ താരങ്ങൾ എന്ന് പറയുന്നതാണല്ലോ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോൾ എല്ലാവർക്കും ഈ ബ്ലോക്സാണ് മനുഷ്യനും സാധാ മനുഷ്യനും നടനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന കുറേ ബ്ലോക്കുകളാണ്. സാധാ മനുഷ്യർക്ക് അവരുടെ ജനിച്ച് വളർന്നു വന്ന ആ ഒരു അവരുടെ എന്താ പറയുക സൊസൈറ്റി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സമ്പർക്കം കൊടുത്തിട്ടുള്ള കുറേ ബ്ലോക്കുകളുണ്ട്. ഞാൻ ഇന്ന ജാതിയാണ്, എനിക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല, എൻ്റെ കൂട്ട് ഇതാണ്, മറ്റേതാണ്, വെച്ചാൽ ഞാൻ അവരുടെ മുമ്പിൽ അങ്ങനെ ചിരിക്കും, ഇങ്ങനെ പറയുന്ന കുറേ ബ്ലോക്ക്. ഈ ബ്ലോക്കുകളെ പൊട്ടിച്ച് യൂണിവേഴ്സലായിട്ടുള്ള ആളുകളാണ് ആക്ടേഴ്സ്. അതിപ്പോൾ എല്ലാവരും ആയി തുടങ്ങി. ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാൽ ഈ ബ്ലോക്ക് ഇല്ല ഇപ്പോൾ, പലർക്കും ഇല്ല. ഇപ്പോൾ ബസ്സിലാണെങ്കിലും
ആ ബ്ലോക്കാണല്ലോ നമ്മുടെ കുറേ സംസ്കാരം. ആ ബ്ലോക്ക് വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ചില ബ്ലോക്കുകൾ വേണ്ടതുമാണ്. ആക്ടർക്ക് ബ്ലോക്ക് വേണ്ട. ആക്ടർ ബ്ലോക്ക് ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ളൊരു തലത്തിൽ ഇപ്പോൾ എന്താ പറയുക, ഓവൽ ഷേപ്പിലാണെങ്കിൽ ഓവലാവുക, റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ആവുക എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആവണം. പക്ഷേ എല്ലാ മനുഷ്യരും അങ്ങനെ ബ്ലോക്കുകളൊക്കെ കളഞ്ഞിട്ട് എന്തും ചെയ്യാം എന്തും പറയാമെന്ന് പറയുന്നൊരു ഫ്രീനെസ്സിലേക്ക് എത്തിയാൽ അത് അപകടമാണ്. അപ്പോൾ അതിൽ പോസിറ്റീവും നെഗറ്റീവും ഇതിലുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഞാൻ കാട് കയറി പറയാം, ഞാൻ പറയണൊക്കെ ഇല്ല കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻവോൾവ് ആണ്. അതാണ് ഞാൻ അതില് ഇച്ചിരി കിളിയാ. ഇല്ല, ഞാൻ അതിൽ വളരെ ഇൻവോൾവ് ആ പറയുന്നത്. എനിക്കിത് ചേട്ടൻ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോൾ എത്രത്തോളം പുതുമയുണ്ടെന്ന് അറിയില്ല. ഞാൻ ഈ കഥകളൊക്കെ ഞാൻ കേട്ടു. ഞാൻ ചേട്ടനാ പറഞ്ഞ എല്ലാ ഇന്റർവ്യൂസും ഇരുന്ന് കേട്ടു. അപ്പൊ സത്യം പറഞ്ഞ യാത്രയിൽ ഞാനും അതില് എനിക്ക് ഭയങ്കര ഇൻവോൾവ് ആണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും സിനിമ തരും, നമ്മളെ ഹേർട്ട് ചെയ്യുന്ന മൊമെന്റ്സും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും സന്തോഷം തന്നൊരു മൊമെന്റും ഏറ്റവും ഹേർട്ടായി ഫീൽ ചെയ്തൊരു മൊമെന്റും ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ നമുക്കത് എന്താ പറയുക, ഈ സങ്കടം അല്ലെങ്കിൽ അതിനെ പുറത്ത് വിട്ടാൽ അത് തീരും. ഞാൻ ഇത്തിരി വൈരാഗ്യമുള്ള ആളാണ്. ഞാൻ അതിന് പുറത്ത് വിടില്ല. അത് ഉള്ളിൽ വെച്ചിട്ട് അതിനെ കല കൊണ്ട് നേരിടും. അത് ഞാൻ നേരിട്ടിട്ടുണ്ട്. പലരും ഞാൻ നടനായി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഉള്ളിൽ ഓക്കെ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത് അവർ പോലും അറിഞ്ഞിട്ടില്ല. എന്നെ പരിഹസിച്ചവർ എൻ്റെ കൂടെ സെൽഫി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് എന്നെ വിളിക്കുമ്പോഴോ ഒരു വീഡിയോ തരുമെന്ന് ചോദിക്കുമ്പോഴും ഞാൻ അവരെ പുച്ഛിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളന്ന് പറഞ്ഞിട്ട് എന്തായി, ഞാനിപ്പോൾ ആയില്ലേ എന്ന ചോദ്യം അതെൻ്റെ സ്വകാര്യമായിട്ടുള്ള റിവഞ്ചാണ്. അത് ആരെയും ബാധിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഞാനും മനുഷ്യനാണല്ലോ, എനിക്കും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് ഔട്ട് ചെയ്താൽ അത് തീരും. അങ്ങനെ തീരണ്ട. ആ സങ്കടങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ആ ഇൻസൾട്ടുകളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ പുതിയ ഇൻസൾട്ടുകളുണ്ട്, സിനിമയിൽ കയറിയിട്ടുള്ള ഇൻസൾട്ടുകളും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് പല ഇതുമുണ്ട്. നമ്മളെ ഈ നടൻ എന്ന് പറയുന്ന ഒരു ട്യൂബോ ബൾബോ ആണ്. പ്രേക്ഷകൻ അല്ലെങ്കിൽ അവാർഡുകൾ അല്ലെങ്കിൽ സംവിധായകർ തരുന്ന നല്ല വാക്കുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഊർജം, കറണ്ട്. അത് ചിലപ്പോൾ കുറയും, വോൾട്ടേജ് കുറയും. ആ കുറയുന്ന സമയത്ത് നമ്മളെ പരിഹസിക്കുന്നവർ അല്ലെങ്കിൽ ഇത് മാറ്റിക്കളയാം എന്ന് തോന്നും. അത് പോയി, ഇനി അത് കറണ്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ട്യൂബിനെ എടുത്ത് കളയുന്നവരുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ വോൾട്ടേജ് കുറവായിരിക്കാം, പക്ഷേ ഒരു കൃത്യമായൊരു വൈദ്യുതി നമ്മളിലേക്ക് വന്നാൽ നമ്മൾ വീണ്ടും പ്രകാശിക്കും. ആ പ്രകാശിക്കുന്നവരെ നമ്മൾ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും സന്തോഷം തന്നിട്ടുള്ളൊരു മൊമെന്റ് ഏതായിരിക്കും? സന്തോഷം കമ്മട്ടിപ്പാടം സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു, അതായത് അത് വലിയൊരു, അത് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ഒരു 10 വർഷമായി. ഈ മെയ് 21-ന് 10 വർഷം തികഞ്ഞു. ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് അത് എത്ര നടന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം ഒരു പടം റിലീസായി നമ്മൾ ഹിറ്റാവുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പുറകിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് കൂടി കലർത്തി കാണുമ്പോഴാണ് ആ പടത്തിൻ്റെ, ആ റിലീസിൻ്റെ അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ഒരു വലിപ്പം കൂടുക. അപ്പോൾ ഏകദേശം എൻ്റെ ഏറ്റവും ആദ്യത്തെ ക്യാമറയ്ക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഒരു 11 വയസ്സുള്ളപ്പോൾ, മധുമോഹൻ സാറിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്ന സീരിയലിലാണ്. ഞാൻ പുള്ളിയുടെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, മധുമോഹൻ സാറിന്റെ ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ പുള്ളിക്ക് പണ്ടത്തെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിൽ ഗീതാ വിജയൻ അവരുടെ മോളായിട്ട്. ഗീത ചേച്ചിയുടെ. ഞാനിത് റിസബാവ, മഞ്ജു രാഘവൻ അവരൊക്കെ ആയിരുന്നു ആർട്ടിസ്റ്റ്. ചേച്ചിയായിട്ട് പിന്നെ ഞാൻ അലമാരയിൽ ചെയ്തപ്പോൾ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു റിസൾട്ട് ഉണ്ടാവണം 33-ാമത്തെ വയസ്സിലാണ്, 32-ാമത്തെ വയസ്സിലാണ് ഞാൻ കമ്മട്ടിപ്പാടം റിസൾട്ട് വരുന്നത്. അപ്പോൾ അത്രയും നാളത്തെ ആ ഒരു നമ്മൾ അനുഭവിച്ച് വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം, നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പിന്നീട് വേറെ ഏത് പടം റിലീസാകുമ്പോഴും നമുക്കത് ആ ഒരു മൊമെൻ്റ്, അതാണ് ഏറ്റവും അധികം സന്തോഷിച്ച ഒരു കാര്യം. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ബർത്ത്ഡേ, അതായത് 2016-ന് ശേഷമുള്ള അമ്മയുടെ ബർത്ത്ഡേക്ക് സ്വർണം മാല വാങ്ങി കൊടുക്കാൻ പറ്റി എന്ന് പറയുന്നത്. കാരണം അമ്മയ്ക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ അമ്മയ്ക്ക് സാരിയും അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിച്ചു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ അമ്മയെ കൊണ്ടുപോകാൻ പറ്റി, അമ്മയുടെ കയ്യിൽ അവാർഡ് കൊടുക്കാൻ പറ്റി എന്നൊക്കെ പറയുന്ന സന്തോഷങ്ങളുണ്ട്. അതിന് കുറേ സന്തോഷമുണ്ട്.